ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സൂപ്പാ. ഞാൻ കാണൂല കേട്ടോ, ഇത് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന കണ്ണാടിയാവുണ്ട്, വെറുതെ ഇട്ടോക്കിയത് സ്റ്റൈലില്. അപ്പൊ ഇത് ഈ ചിക്കനെ കൊണ്ട് ഞാൻ ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈല് പലതരത്തില് നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. അപ്പൊ ഇന്ന് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരിക്കും. നേരെ അങ്ങനെ കണ്ണ് തുറന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ കൊട്ടും മാത്രമുള്ള കുറച്ച് ഇതാണ്, കുറച്ച് ചെറിയൊരു പീസുകളുണ്ട് കൊട്ടും. ഇത് ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ടത്, ഇതാണ് അരിഞ്ഞിട്ടത്. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് കാണിക്കുന്നത് വെച്ചാൽ, അപ്പോൾ അത് എൻ്റെ ഏച്ചിനോട് ഞാൻ പറഞ്ഞു ഒരു ഉള്ളി തക്കാളി അരിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ഓളൊന്നിച്ച് അരിഞ്ഞിട്ട്, അതാണ് ഇങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് ഒരു ഉള്ളി, തക്കാളി, വെളുത്തുള്ളി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്യാരറ്റ് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ഒരു സ്പൂൺ കുരുമുളകും ചേർത്തിട്ട് നമുക്കിവിടെ മെല്ലെ ഒന്ന് പരക്കി വെച്ച് കൊടുക്കാം. ഒന്നിവിടെ മിക്സാക്കി വെക്കാം. ഉപ്പും കുരുമുളകും ഒരു നുള്ളു മഞ്ഞളും ചേർത്തിട്ട് ഇവിടെ പരക്കി വെക്കാം. കുറച്ച് മഞ്ഞളിട്ട് കൊടുക്കാം. ഇങ്ങനെ മിക്സാക്കി. അപ്പോൾ ഇതിനകത്തേക്ക് ചിക്കൻ സൂപ്പ് പറയുമ്പോൾ നമ്മൾ പലരും പല തരത്തിലാണ് ഉണ്ടാക്കുക. അപ്പം ഞാൻ ഇത് ക്യാരറ്റ് ഇടുന്നത്, നമുക്ക് സാധാരണ നമ്മൾ വെജിറ്റബിൾ സൂപ്പെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ക്യാരറ്റ് അത് ഇതെല്ലാം ഇടില്ല. അപ്പോൾ ഞാൻ ഈ മട്ടൻ ഉണ്ടാക്കുന്ന സമയത്ത്, മട്ടൻ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ക്യാരറ്റ്, ഉള്ളി, തക്കാളി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ആരോഗ്യത്തിന് നല്ലത് ക്യാരറ്റ് തക്കാളിയും. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു കൊഴുപ്പ് ഇതെല്ലാം ആവും, അതുകൊണ്ട് ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഈ ചിക്കൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് അടുപ്പിൽ വെക്കാം. കത്തിച്ചെടുക്കാം. കുരുമുളക് കുറച്ചുകൂടി ഇടേണ്ടി വരും. അപ്പോൾ കുരുമുളക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എരി കുറവായിരിക്കും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരും. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. കടച്ച് വേവിക്കാം. ഇത് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സൂപ്പ് ഇതാ റെഡിയായിട്ട് തുറന്ന് നോക്കാം. ഇതാ റെഡിയായിട്ട്. സാധാരണ ഞാൻ സൂപ്പിൽ ചിക്കൻ മട്ടൺ സൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് ഈ സാധനങ്ങളൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ അത് ഏജ് പറഞ്ഞ് ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് നമുക്ക് 2 കഷ്ണം ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് ഇട്ടില്ല, ചെറിയ ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം ഉള്ളി അങ്ങനെ കിട്ടിയിട്ട് തക്കാളി ഇട്ടിട്ട് വെക്കാമെന്ന്. അപ്പം ഞാനങ്ങനെ വെച്ചോക്കിയത്. ഇന്ന് ഞാൻ സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലോട്ട് ഞാൻ കാണിച്ചു തരും. അത് മട്ടൺ. ഇത് മല്ലിയില ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങാം. എരി പോരെങ്കിൽ എരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസും ചിക്കൻ്റെയും എല്ലാം കൂടി ഒരു ഫ്ലേവർ ഇതിൽ വരും. ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്നും ഇടാതെ നമുക്ക് വെറും ചിക്കനും കുരുമുളക്, ഉപ്പ്, മഞ്ഞൾ, മല്ലിച്ചപ്പ് മാത്രം ഇട്ടിട്ട്, അതിൻ്റെ അകത്ത് വെളുത്തുള്ളി, തക്കാളി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞിടണം. അങ്ങനെ ഈ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നമുക്കിന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് ഞാൻ അറിയുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയൂ. അപ്പോൾ സൂപ്പ് ഇത് റെഡി ആയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.